കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതനാണ് ഇപ്പോൾ ഡോക്ടർ ഹാരിസ് ചിറക്കൽ എന്ന് പറയുന്ന ഡോക്ടർ. അതായത് മെഡിക്കൽ കോളേജിലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ഇല്ലാത്തതിൻ്റെ പേരിൽ ശസ്ത്രക്രിയ മുടങ്ങുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു കൺസേൺ പൊതുജനങ്ങളുടെ മധ്യത്തിലേക്ക് കൊണ്ടുവന്ന ഒരാളാണ് ഡോക്ടർ ഹാരിസ് ജോൺസൺ. സത്യത്തിനും നീതിക്കും വേണ്ടി പാവങ്ങൾക്ക് വേണ്ടിയിട്ടും പാവങ്ങളുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ ജീവന് വേണ്ടിയിട്ട് പൊരുതി ഇപ്പോൾ ആ ഡോക്ടർ തന്നെ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഇപ്പോൾ ഡോക്ടർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. അതായത് ചട്ടലംഘനത്തിനുള്ള കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. അന്ന് ഡോക്ടറെ കൃത്യമായി സപ്പോർട്ട് ചെയ്ത മന്ത്രി വീണ ജോർജ് ഇപ്പോൾ ഡോക്ടർക്കെതിരായിട്ട് എന്ത് ചെയ്യാം, എന്ത് പ്രതികാര നടപടികൾ സ്വീകരിക്കണം എന്നതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നതെന്ന് നമുക്കിത് കേട്ടാൽ മനസ്സിലാകും. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡോക്ടർ ഹാരിസ് പറയുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ മന്ത്രി വീണ പറയുന്ന കാര്യങ്ങളും ഒക്കെ നമുക്കൊന്ന് കേട്ടു നോക്കാം. അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണം. അതെന്താണ് അവരുടെ അന്വേഷണ കമ്മീഷൻ, അറ്റ്ലീസ്റ്റ് അത് മീഡിയയ്ക്ക് ആർക്കെങ്കിലുമൊക്കെ കാണിക്കണം. എന്താണ് അവർ അന്വേഷണ കമ്മീഷനിൽ എന്താണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അറിയണം. ഇനി അതിനകത്ത് എന്തെങ്കിലും കോൺട്രവേഴ്സി ഉണ്ടെങ്കിൽ അതിനെ കൗണ്ടർ ചെയ്യാനും തയ്യാറാണ്. ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു വിദഗ്ധ സമിതിയെ നിയമിച്ചു. പക്ഷേ സമിതിയുടെ റിപ്പോർട്ട് ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല. ആ റിപ്പോർട്ട് പുറത്തു വിടണമെന്ന് ഡോക്ടർ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ മന്ത്രി പറയുന്നത് ആ സമിതിയുടെ അന്വേഷണത്തിൽ പറയുന്നുണ്ട് അവിടെ യൂറോളജിയിലെ എന്തോ ഒരു ഉപകരണത്തിന്റെ ഒരു ഭാഗം ഇപ്പോൾ മോഷണം പോയിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ മോഷണ കുറ്റവും ഈ ഡോക്ടറുടെ തലയിൽ അല്ലെ മനഃപൂർവ്വം മാറ്റി മനഃപൂർവ്വം ഒളിപ്പിച്ചു എന്നുള്ളതൊക്കെ കുറ്റം ഈ ഡോക്ടറുടെ തലയിലേക്ക് കെട്ടിവെക്കാനുള്ള ഒരു ബോധപൂർവമായ ഒരു ശ്രമമാണ് നടക്കുന്നത്. അല്ല അങ്ങനെയല്ലല്ലോ, ഇതിൽ അങ്ങനെ ഒരു കാര്യമേ ഇല്ല. അങ്ങനെ ഒരു കാര്യം ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ നമ്മൾ സമിതി വെക്കില്ലല്ലോ. അല്ല, അതിലൊന്ന് അദ്ദേഹം പിന്നീട് പറഞ്ഞതൊന്നും ഞാൻ കമ്മിറ്റ് ചെയ്തില്ല. ഈ ചെയ്തത് നടന്നത് ഡിപ്പാർട്ട്മെന്റ് സ്വീകരിച്ച നടപടിയാണ്, ഡിപ്പാർട്ട്മെന്റ് നടപടിയാണ് അത്. മന്ത്രി വീണ പറയുന്ന പോലെ ഇത് അങ്ങനെയല്ലല്ലോ, ഇത് ഇങ്ങനെയല്ലല്ലോ, ഇത് അങ്ങനെയല്ലല്ലോ, ഇത് വളരെ സ്വാഭാവികം, എല്ലാം സ്വാഭാവിക പ്രതികാര നടപടികളാണെന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള പ്രതികാര നടപടികൾ സ്വാഭാവികമായിട്ട് ഉണ്ടാവുക എന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കണം. ഇനി മേലിൽ ഒരു ഡോക്ടേഴ്സും അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സത്യാവസ്ഥ ആരോടും പറയരുത്. എന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മറച്ചു വെച്ച് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യണം എന്നുള്ള സന്ദേശമാണ് ഇതുവഴി ജനങ്ങൾക്ക് കൊടുക്കുന്നത്, അല്ല ഉദ്യോഗസ്ഥർക്ക് ഗവൺമെന്റ് ജോലിക്കാർക്ക് കൊടുക്കുന്നത്. ഒരു മെഡിക്കൽ കോളേജിലെ യൂറോളജി ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഇപ്പോൾ നമുക്കറിയാം എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ആശുപത്രികളിലും ഒക്കെ ജനപ്രതിനിധികളൊക്കെ ഉപകരണങ്ങൾ വാങ്ങിച്ചു നൽകും. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് അവരുടെ ഫണ്ടിൽ നിന്ന് പണം വെക്കും. MLA മാരും MP മാരും ഒക്കെ വെക്കും. അങ്ങനെ തിരുവനന്തപുരത്ത് MP യുടെ ഫണ്ടിൽ നിന്ന് വാങ്ങിച്ച ഒരു ഉപകരണത്തിന്റെ ഒരു ഭാഗം കാണുന്നില്ല എന്നുള്ളത് ഈ അന്വേഷണ സമിതി കണ്ടെത്തി. അപ്പോൾ അതിന് മുൻപ് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നില്ല. അപ്പോൾ ഈ അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിൽ ഇതുണ്ട്, ഇത് കാണുന്നില്ല എന്നുള്ളത്. അപ്പോൾ അതൊരു പക്ഷേ നമ്മുടെ ഒരു അന്വേഷണത്തിൽ മാത്രം നിൽക്കുന്നതല്ല. അപ്പോൾ ഈ വിദഗ്ധ സമിതി മറ്റൊരു അന്വേഷണം കൂടി അതിന് സജസ്റ്റ് ചെയ്തു. അപ്പോൾ അതിലൊരു ഡിപ്പാർട്ട്മെന്റ് തല അന്വേഷണം കൂടി നടത്തിയിട്ട് നമ്മുടെ പരിധിയിൽ, കാരണം അതൊരു കളവ് പോയി എന്നുള്ളതാണല്ലോ. ഈ സംഭവം നടന്ന ആ സമയത്ത് ഒരു നല്ല സർട്ടിഫിക്കറ്റ്, ഒരു ഗുഡ് ഡോക്ടേഴ്സിനുള്ള സർട്ടിഫിക്കറ്റ് കൊടുത്ത മന്ത്രി വീണ തന്നെയാണ് ഇപ്പൊ പറയുന്നത് നടപടി ശരിയല്ല എന്നുള്ളത്. ഇത് തികച്ചും അവരുടെ ഗൂഢാലോചന, അല്ലെങ്കിൽ ഈ ഡോക്ടർക്കെതിരെ ഉള്ള പ്രതികാര നടപടികൾക്കുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് വരുന്നതാണ് ഇതെന്ന് നമുക്ക് പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അവര് ഇപ്പൊ നടപടി എന്തായാലും നമ്മൾ സ്വീകരിക്കുക. ഈ ഡോക്ടറെ പ്രതിരോധത്തിലാക്കാൻ ബോധപൂർവമുള്ള ശ്രമം ആരംഭിച്ചിരിക്കുകയാണെന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്നത്. അങ്ങനെ ഫൈറ്റ് ചെയ്യാനുള്ള ഒരു ജോലിയല്ല എനിക്ക് എന്റെ ജോലി എന്ന് പറഞ്ഞാൽ വേറെയാണ്. എനിക്കത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെയ്യാനുള്ള ജോലിയുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് നിയമവശങ്ങൾ തേടാനും അതിനകത്ത് വേറെ പോകാനും ഒന്നും ഉള്ള സമയവും ഇല്ല, അതിനുള്ള ആവശ്യവും ഇല്ല. അത് നമുക്ക് വേറെ മറ്റു മാർഗങ്ങൾ കണ്ടുപിടിക്കും. ഉപകരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു, മനഃപൂർവ്വം ഉപകരണം ഇല്ല എന്നും പറഞ്ഞ് ശസ്ത്രക്രിയ മുടക്കി പ്രശ്നം ഉണ്ടാക്കിയെന്നാണ് ഇപ്പോൾ മന്ത്രി ഉൾപ്പെടെ പറയുന്നതും. ഇത് തന്നെ അപമാനിക്കാൻ വേണ്ടി പറയുന്നതാണ് എന്നുള്ളതാണ് ഡോക്ടർ പറയുന്നത്. എന്ന് പറയുമ്പോൾ അപ്പൊ അടുത്ത ഈ പറഞ്ഞതുപോലെ അത് നമ്മളത് അവഹേളിക്കുന്നതിന് തുല്യമാണത്. അവര് സാധനങ്ങൾ കൃത്യസമയത്ത് എത്തിക്കുകയും ചെയ്യുന്നില്ല, പിന്നെ നമ്മളെ പ്രതിയാക്കുകയും ചെയ്യുന്നത് അത് അതിനേക്കാളും വലിയ കുറ്റകരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്നെ അപമാനിക്കാൻ വേണ്ടി ഒരു വലിയ സിസ്റ്റം തന്നെയാണ് ഇതിന് പുറകിലുള്ളത്. ഇതിനെതിരെ തനിക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. താൻ നിയമ നടപടികൾക്കൊന്നും പോകുന്നില്ല, അതിനുള്ള സമയം തനിക്കില്ല, ആവശ്യത്തിനുള്ള ജോലി ഉണ്ട്, എൻ്റെ ജോലി വേറെയാണ് എന്നാണ് ഡോക്ടർ പറയുന്നത്. അല്ലാതെ ഇതിനെതിരെ നിയമയുദ്ധത്തിന് പോകുകയോ ഒന്നും ചെയ്യുന്നില്ല. അവരെടുക്കുന്ന പ്രതികാര നടപടി എന്താണെന്നെങ്കിൽ അത് സ്വീകരിക്കുക എന്നുള്ളതാണ് തൻ്റെ ഒരു നിലപാടെന്നുള്ളതാണ് ഡോക്ടർ ഇപ്പോൾ പറയുന്നത്.
അല്ല അത് അവരങ്ങനെയല്ലേ നോക്കുള്ളൂ. അത് നമുക്കിപ്പോൾ നമുക്കെതിരെ എങ്ങനെ അത് ടേൺ ചെയ്യാന്നാണല്ലോ ഒരു വലിയ സിസ്റ്റം നോക്കുന്നത്. നമ്മൾ ഒരു വ്യക്തിയാണ്, ഇതിൻ്റെ ഇത് വലിയൊരു വിഭാഗം ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് എങ്ങനെയായാലും ഇതിനെപ്പറ്റി അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അവർക്ക് ഒരുപാട് രീതിയിൽ അത് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അതൊന്നും നമുക്ക് വിഷയമല്ല. ഇതിൻ്റെ ഉത്തരവാദിത്വം ഈ പറഞ്ഞതുപോലെ ഉത്തരവാദിത്വം ഈ ഉപകരണങ്ങൾ വാങ്ങിക്കുന്നതിനുള്ള ഡിലേയും അതിൻ്റെ പ്രശ്നങ്ങളുള്ള അതിൻ്റെ കുറ്റവാളികളെ അത് ശരിയായിട്ട് രീതിയിൽ അവരെയാണ് ശിക്ഷിക്കേണ്ടത്. അപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാവും, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ തന്നെ വിധി എഴുതട്ടെ, ഇതിലാരാണ് ശരി ആരാണ് തെറ്റെന്നുള്ളത്. അതേ ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. ജനങ്ങൾ അതനുസരിച്ച് മുന്നോട്ടുള്ള കാര്യങ്ങളിൽ തീരുമാനം എടുക്കുക.